ശ്രീ മഹാദേവ്യൈ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മുടെ 32ാമത്തെ പഠന ക്ലാസ്സാണ്. 365 വരെയുള്ള നാമങ്ങൾ നാം പഠിച്ചു. ഇന്ന് 366 മുതലുള്ള നാമങ്ങൾ നമുക്ക് പഠിക്കാം. നാമം 366 പരാ. ഓം പരായൈ നമഃ. പര എന്നാൽ ശബ്ദബ്രഹ്മസ്വരൂപിണിയായ ദേവിയാണ്. നാദബ്രഹ്മത്തിന് 4 അവസ്ഥകളുള്ളതിൽ ആദ്യത്തെ അവസ്ഥയാണ് പര. പശ്യന്തി, മധ്യമ, വൈഖരി എന്നിവയാണ് ശബ്ദത്തിൻ്റെ മറ്റ് 3 അവസ്ഥകൾ. വാക്സ്വരൂപിണിയായി മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന പരാശക്തിയെയാണ് പര എന്ന നാമം സൂചിപ്പിക്കുന്നത്. മൂലാധാരത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതിനാൽ പര എന്ന നാമം ലഭിച്ചു. ശബ്ദത്തിൻ്റെ ഉൽപ്പത്തി രൂപത്തിലുള്ളവളാണ് പര. പരാശക്തിയാണ് പശ്യന്തി, മധ്യമ, വൈഖരി എന്നീ രൂപങ്ങളിലൂടെ വാക്കായി മാറുന്നത്. എന്തെങ്കിലും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന മാത്രയിൽ മൂലാധാരത്തിൽ ശബ്ദബ്രഹ്മം നിഷ്പന്ദമായി പ്രകാശിക്കുന്നു. വായുവിനാൽ പ്രേരിതമായിട്ടുള്ള കാരണബിന്ദു എന്ന നാദതന്മാത്രം നമ്മുടെ ഉള്ളിൽ ലയിച്ചിരിക്കുന്നുണ്ട്. വാക്കിനെ ഉച്ചരിക്കുവാൻ ഭാവിക്കുമ്പോൾ അതിനുള്ള പ്രയത്നത്താൽ പ്രേരിതമായ വായു മൂലാധാരത്തിൽ തട്ടി അവ്യക്തമായ ഒരു നാദത്തെ പുറപ്പെടുവിക്കുന്നു. അതാണ് പര. അതാണ് ബ്രഹ്മരൂപം. ഈ ശബ്ദം കാരണബിന്ദുവോടുകൂടി താദാത്മ്യത്തെ പ്രാപിച്ചിരിക്കുന്നതിനാൽ സർവവ്യാപിയാണ്. പര എന്നാൽ പരമശ്രേഷ്ഠമായത് എന്ന് അർത്ഥമുണ്ട്. അരൂപവും നിർഗുണവുമായ പരാശക്തിയെ തന്നെയാണ് ശാസ്ത്രാന്തരങ്ങളിൽ പരബ്രഹ്മം എന്ന് പറയുന്നത്. പര എന്ന ശബ്ദത്തിന് അന്യമായ, കടന്നു നിൽക്കുന്ന, അകലെയുള്ള, ശ്രേഷ്ഠമായ എന്നീ അർത്ഥങ്ങളുമുണ്ട്. എല്ലാത്തിനും അപ്പുറം നിൽക്കുന്നതും സർവശ്രേഷ്ഠവുമായ പരാശക്തി എന്ന അർത്ഥത്തിൽ പര എന്ന നാമം വ്യാഖ്യാനിച്ച് കാണുന്നു. ജീവാത്മാവ് കർമ്മങ്ങളിൽ നിന്ന് മുക്തി നേടുന്ന അവസ്ഥയെ പര എന്നു പറയുന്നു. ആ അവസ്ഥയിലുള്ളവളെന്നും ആ അവസ്ഥയിൽ ജീവനെ എത്തിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട്. വിദ്യയെ പരാവിദ്യയെന്നും അപരാവിദ്യയെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. വേദാംഗങ്ങളെക്കുറിച്ചുള്ള അറിവിന് അപരാവിദ്യയെന്നും അവ ഒഴികെയുള്ളതിന് പരാവിദ്യയെന്നും പറയുന്നു. പരാവിദ്യാ സ്വരൂപിണിയാണ് ദേവി. പര എന്നാൽ മായ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ മായാരൂപിണി എന്നും പര എന്ന നാമത്തിന് അർത്ഥം വരുന്നു. ഇനി നാമം 367 പ്രത്യക്ചിതീരൂപ. ഓം പ്രത്യക്ചിതീരൂപായൈ നമഃ. പ്രത്യക് അധികം ചിതി അധികം രൂപ. പ്രത്യക് എന്നാൽ മറ്റൊന്നും കൂടിക്കലരാത്ത എന്നാണ് അർത്ഥം. ചിതി എന്നാൽ ബ്രഹ്മം, ജ്ഞാനം, ജ്ഞാനവുമായി ബന്ധപ്പെട്ട ധാരണ, ചിത്തം, ഗ്രഹിക്കൽ എന്നിങ്ങനെയാണ് അർത്ഥം. അപ്പോൾ മറ്റൊന്നുമായി കൂടിക്കലരാത്തതിനാൽ ശുദ്ധജ്ഞാനമായി നിലകൊള്ളുന്നതും ബഹിർമുഖത്വവുമുള്ള ഇന്ദ്രിയ മനസ്സുകളാൽ പ്രാപിക്കാൻ സാധ്യമല്ലാത്തതിനാൽ അവ്യക്തമായതുമായ ജ്ഞാനസ്വരൂപം അഥവാ അവ്യക്ത ബ്രഹ്മം എന്നാണ് പ്രത്യക്ചിതീരൂപ എന്ന നാമത്തിൻ്റെ അർത്ഥം. ആ ബ്രഹ്മം
മുൻ നാമത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞതുപോലെ പരയായും പശ്യന്തിയായും മധ്യമയായും വൈഖരിയായും രൂപം പ്രാപിച്ച് വാക്കുകളാകുന്നു. ആന്തരബോധ സ്വരൂപിണിയായവൾ നമ്മുടെ അകത്ത് അനുഭവപ്പെടുന്ന ബോധം തന്നെയാണ് ദേവി. വാക്കിൻ്റെ പര എന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ടവൾ. പ്രതികൂല മഞ്ജരീതി പ്രതീചി എന്ന വിഗ്രഹമനുസരിച്ച് പ്രതികൂലമായി അഥവാ അന്തർമുഖമായി വ്യാപിക്കുന്ന ചിത്താണ് പ്രത്യക്ചിതി. മായാശബളമായി അവ്യക്തമായിരിക്കുന്ന ബ്രഹ്മത്തിൻ്റെ രൂപത്തിലിരിക്കുന്നവൾ എന്നും അന്തർമുഖമായ ജ്ഞാനത്താൽ ദർശിക്കാൻ കഴിയുന്നവൾ എന്നും ഓം എന്ന ശബ്ദരൂപിണി എന്നും അർത്ഥമുണ്ട്. ഇനി നാമം 368 പശ്യന്തി. ഓം പശ്യന്ത്യൈ നമഃ. ദർശിക്കുന്നവൾ, കാണുന്നവൾ, നോക്കുന്നവൾ എന്നാണ് പദത്തിൻ്റെ അർത്ഥം. പശ്യതി സർവം സ്വാത്മനി കരണാനാം സരണിം അപി യദുത്തീർണ തേനേയം പശ്യന്തി ഇതി ഉത്തീർണ ഇതി ഉപദീര്യതേ മാതാ എന്ന് സൗഭാഗ്യ സുധോദയം. താൻ കാണുന്നതെല്ലാം തൻ്റെ ഉള്ളിലും ചുറ്റുപാടും ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഏതൊരു ശക്തിയാണോ അതാണ് മാതാ, അതായത് ദേവി. ശബ്ദത്തിൻ്റെ 4 അവസ്ഥകളിൽ രണ്ടാമത്തേതാണ് പശ്യന്തി. ദേവി ആ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. പശ്യന്തിക്ക് ഉത്തീർണ എന്നും പേരുണ്ട്. ആ രൂപം ധരിച്ചവൾ. മൂലാധാരത്തിൽ നിന്നു പൊങ്ങി അവ്യക്താവസ്ഥയിൽ നിന്നും കടന്ന് നാഭിയിലോളം വ്യാപിച്ച വായുവിനാൽ പ്രേരിതമായി വിമർശനാത്മകമായ മനസ്സിനോട് ചേർന്ന വാക്കാണ് പശ്യന്തി. അത് നാദബ്രഹ്മമാണ്. യോഗികൾക്ക് മാത്രമേ അറിയുന്നുള്ളൂ. എന്നാൽ കേവലം അവ്യക്തമല്ലാത്തതുകൊണ്ട് ഇത് ഉപാസനായോഗ്യമാണ് എന്നും വ്യാഖ്യാനമുണ്ട്. പശ്യന്തി എന്ന പദത്തിൻ്റെ അർത്ഥം കാണുന്നവൾ എന്നു പറഞ്ഞല്ലോ. ശബ്ദത്തിൻ്റെ 4 അവസ്ഥകളിൽ രണ്ടാമത്തേതായ പശ്യന്തി രണ്ടാമത്തെ സ്ഥാനമായ മണിപൂരകത്തിൽ എത്തുമ്പോഴാണ് ദേവി ചുറ്റുപാടുകളെ കാണുന്നത്. അതായത് നാം പറയാൻ പോകുന്ന വാക്കുകൾ എന്തൊക്കെയാകണം, കേൾക്കുന്നവർ ആരാണ്, ചുറ്റുപാടുകൾ എന്തെല്ലാമാണ് എന്നിവ നിശ്ചയിക്കുന്നത് ഈ അവസ്ഥയിലാണ്. അതിനാൽ പശ്യന്തി എന്ന നാമമുണ്ടായി. നാമം 369 പരദേവത. ഓം പരദേവതായൈ നമഃ. പര അധികം ദേവത. പര എന്നാൽ ശ്രേഷ്ഠയായ, മറ്റു ദേവതമാരെയെല്ലാം നിയന്ത്രിക്കുന്ന ഉപാസ്യയായ പരമേശ്വരി. എല്ലാ ജീവജാലങ്ങളിലും വാത്സല്യം ചൊരിയുന്ന എല്ലാ ദേവതകൾക്കും ശക്തി പകരുന്ന പരദേവതയാണ് ലളിതാ പരമേശ്വരി. ദേവിയെ ശബ്ദത്തിൻ്റെ ദേവതയായി പരയായി ആരാധിക്കപ്പെടുന്നു. എല്ലാവരാലും വന്ദിക്കപ്പെടുന്ന ഉത്കൃഷ്ടയായ ദേവതയാണ് പരാശക്തി. ശുദ്ധബോധ സ്വരൂപമായ ദേവതയായതിനാൽ യോഗികൾ ധ്യാന സമയത്ത് സ്മരിക്കപ്പെടേണ്ടത് പരാശക്തിയെയാണെന്നും വ്യാഖ്യാനിച്ച് കാണുന്നു. നാമം 370 മധ്യമ. ഓം മധ്യമായൈ നമഃ. മധ്യമ എന്നാൽ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് അർത്ഥം. നാദബ്രഹ്മത്തിൻ്റെ 4 അവസ്ഥകളിൽ മൂന്നാമത്തേതാണ് മധ്യമ. വാഗ്രൂപിണി കൂടുതൽ വ്യക്തമായി തിരിച്ചറിയത്തക്ക വിധം തെളിഞ്ഞു വരുന്നതും എന്നാൽ
സ്ഫുടമായ വർണ്ണരൂപം ആയിട്ടില്ലാത്ത പശ്യന്തി എന്നതിനും വർണ്ണരൂപം പ്രാപിച്ച വൈഖരിക്കും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. മണിപൂരകത്തിൽ നിന്നും മുകളിലേക്ക് വന്ന് അനാഹത ചക്രത്തിലെത്തുമ്പോഴാണ് മധ്യമ എന്ന് പറയുന്നത്. അനാഹതത്തിൽ ഇത് ഓംകാര രൂപത്തിൽ യോഗികൾക്ക് കേൾക്കാം എന്നും പറയപ്പെടുന്നു. പശ്യന്തി കർമ്മവാസനയ്ക്കൊപ്പം തെളിഞ്ഞു വരുന്നു. എന്നാൽ മധ്യമ ഒരാളുടെ ഗുണഘടനയ്ക്കും സംസ്കാരത്തിനും അനുസരിച്ച് രൂപപ്പെടുന്നു. ഇതും ദേവീ ചൈതന്യം തന്നെയാണ്. അവ്യക്തമായ പശ്യന്തിയുടെയും പ്രകടവും വ്യക്തവുമായ വൈഖരിയുടെയും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ മധ്യമ എന്ന് പറയുന്നു. നാമം 371 വൈഖരീരൂപ. ഓം വൈഖരീരൂപായൈ നമഃ. വൈഖരിയുടെ രൂപം പ്രാപിച്ചവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. വൈഖരി എന്നാൽ വിശേഷേണ ഖരമായത് എന്നാണ് അർത്ഥം. നാദബ്രഹ്മത്തിൻ്റെ 4ാമത്തെ അവസ്ഥയാണ് വൈഖരി. പര, പശ്യന്തി, മധ്യമ എന്നീ അവസ്ഥകളിൽ നാദത്തിന് രൂപമില്ല. യോഗികൾക്ക് മാത്രമേ ആ നാദം തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അരൂപമായിരുന്ന പര, പശ്യന്തി, മധ്യമ എന്ന നാദം വർണ്ണരൂപം പ്രാപിച്ച്, അതായത് സ്വരാക്ഷരങ്ങളുടെയും വ്യഞ്ജനാക്ഷരങ്ങളുടെയും രൂപം പ്രാപിച്ച് മറ്റുള്ളവർക്ക് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന അവസ്ഥയെ പ്രാപിക്കുമ്പോഴാണ് വൈഖരി എന്ന പേര്. അപ്പോൾ ആശയവിനിമയത്തിന് വൈഖരി സഹായിക്കുന്നു. അതിന് ദേവിയുടെ അനുഗ്രഹം വേണം. ഹൃദയത്തോളം പൊങ്ങിവന്ന നാദത്തെ വായു മുഖത്തോളം എത്തിക്കുന്നു. വിശേഷേണ ഖരോ വിഖരഃ വിഖരസ്യേയം വൈഖരി എന്ന വിഗ്രഹം. നാദബ്രഹ്മത്തെ മുഖത്തോളം നയിക്കുന്ന വായുവിന് വിഖരം എന്നാണ് പേര്. അതിനാൽ വൈഖരി. വാക്കിൻ്റെ 4 അവസ്ഥകളിൽ മനുഷ്യർക്ക് ഗ്രാഹ്യമായത് വൈഖരി മാത്രമാണ്. അർത്ഥത്തോടുകൂടി പുറത്തേക്ക് വരുന്ന ശബ്ദം, അതാണ് വൈഖരി. ഇനി നാമം 372 ഭക്തമാനസഹംസിക. ഓം ഭക്തമാനസഹംസികായൈ നമഃ. ഭക്ത അധികം മാനസ അധികം ഹംസിക. ഭക്തരുടെ മനസ്സാകുന്ന സരസിൽ ഹംസങ്ങളെപ്പോലെ, അതായത് അരയന്നങ്ങളെപ്പോലെ വിഹരിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. കൈലാസത്തിലെ ബ്രഹ്മമനസ്സുകൊണ്ട് നിർമ്മിതമായ മാനസ സരസ് എന്ന തടാകത്തിൽ ഹംസങ്ങൾ സന്തോഷമായി വിഹരിക്കുന്നു. മാനസ സരസിൽ പരിശുദ്ധമായ ജലമാണ്. അതുപോലെ ഭക്തരുടെ മനസ്സ് ഭക്തിയാൽ തെളിഞ്ഞാൽ ദേവി അവിടെ വസിക്കും. ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാസസ്ഥലം ഭക്തരുടെ ഹൃദയമാണ്. ഇത് നമ്മൾ മുൻ നാമങ്ങളിലും പഠിച്ചിട്ടുണ്ട്. സൗന്ദര്യലഹരിയിലെ 38ാം ശ്ലോകം നോക്കാം. സമുന്മീലത് സംവിത് കമലമകരന്ദൈകരസികം ഭജേഹം സദ്വന്ദ്വം കിമപി മഹതാം മാനസചരം യദാലാപാദഷ്ടാദശ ഗുണിത വിദ്യാപരിണതിഃ യദാ ദത്തേ ദോഷാദ ഗുണമഖിലം അഭ്യപയ ഇവ. അല്ലയോ ദേവി, വിടർന്ന ജ്ഞാനമാകുന്ന താമരപ്പൂവിലെ തേനിൽ രസിക്കുന്നതും മഹാന്മാരുടെ ഹൃദയമാകുന്ന മാനസ സരസിൽ സഞ്ചരിക്കുന്നതും വിവരണങ്ങൾക്ക് അതീതവുമായ ഹംസമിഥുനങ്ങളെ ഞാൻ ഭജിക്കുന്നു. ആ ഹംസമിഥുനത്തിൻ്റെ ആലാപം 18 വിദ്യകളുടെയും പരിണാമം ഉണ്ടാകുന്നുവോ? ഹംസങ്ങൾ ജലത്തിൽ നിന്ന് പാലിനെ എന്ന പോലെ ദോഷത്തിൽ നിന്ന് എല്ലാ ഗുണത്തെയും വേർതിരിച്ച്
ആദാനം ചെയ്യുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. പരാ, പശ്യന്തി, മധ്യമ, വൈഖരി എന്നു പറയുമ്പോൾ ഉറക്കമുണർന്ന് മൂലാധാരത്തിൽ നിന്ന് വായു തത്വാത്മകമായ അനാഹത ചക്രത്തിൽ കുണ്ടലിനി എത്തിച്ചേരുമ്പോൾ ഉപാസകൻ എല്ലാ കലകളിലും ശാസ്ത്രങ്ങളിലും വേദാംഗാദികളിലും വിജ്ഞനായിത്തീരുന്നു. അവൻ്റെ ഹൃദയമാകുന്ന മാനസ സരസിൽ ദേവി ശിവസഹിതയായി മധുരാലാപങ്ങളോടെ നീന്തിക്കളിക്കുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി നാമം 373 കാമേശ്വര പ്രാണനാഡി. ഓം കാമേശ്വര പ്രാണനാഡ്യൈ നമഃ. കാമേശ്വര അധികം പ്രാണ അധികം നാഡി എന്ന പദം പിരിക്കാം. കാമേശ്വരനായ ശിവൻ്റെ പ്രാണനാഡിയായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. സൗന്ദര്യലഹരിയിലെ 26ഉം 28ഉം ശ്ലോകങ്ങളിൽ ദേവിയുടെ പാതിവൃത്യവും അത് കാരണം പരമശിവനുണ്ടായിട്ടുള്ള അമരത്വത്തെക്കുറിച്ചും പറയുന്നു. ബ്രഹ്മാവ് മരണത്തെ പ്രാപിക്കുന്നു. ആ ശ്ലോകത്തിൻ്റെ അർത്ഥം മാത്രം പറയാം. ബ്രഹ്മാവ് മരണത്തെ പ്രാപിക്കുന്നു. വിഷ്ണു ഭഗവാൻ അന്ത്യത്തെയും യമൻ വിനാശത്തെയും കുബേരൻ മരണത്തെയും പ്രാപിക്കുന്നു. 14 മനുക്കളുടെ സംഘവും ജാഡ്യയുക്തമായി ഭവിക്കുന്നു. അങ്ങനെയുള്ള ഈ മഹാപ്രളയകാലത്ത് അവിടുത്തെ പതിയായ ശ്രീപരമേശ്വരൻ മാത്രം വിഹരിക്കുന്നു. ഇനി 28ാം ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ്. അല്ലയോ ദേവി, ബ്രഹ്മാവ്, ഇന്ദ്രൻ തുടങ്ങിയ എല്ലാ ദേവന്മാരും ഭയങ്കരമായ ജര, മൃത്യു എന്നിവയെ നശിപ്പിക്കുന്ന അമൃത് ഭക്ഷിച്ചിട്ടുകൂടി പ്രളയകാലത്ത് നശിക്കുന്നു. എന്നാൽ അത്യുഗ്രമായ കാളകൂട വിഷം ഭക്ഷിച്ചവനായ പരമശിവന് മാത്രം നാശമില്ല. അതിന് കാരണം ദേവിയുടെ കർണാഭരണങ്ങളുടെ മാഹാത്മ്യം തന്നെയാണ്. ദേവിയാണ് പരമശിവനെ കാത്തുരക്ഷിക്കുന്നതെന്ന് ഇതിൻ്റെ അർത്ഥം. ഭാര്യയുടെ സതീത്വമാണ് അല്ലെങ്കിൽ പാതിവൃത്യമാണ് ഭർത്താവിൻ്റെ രക്ഷാകവചമെന്ന് ഇതിൽ സൂചിപ്പിക്കുന്നു. ദേവിയുടെ ഭർത്താവായ ആകയാലാണ് കാളകൂടത്തിനും കാലത്തിനും ശിവഭഗവാനെ ബാധിക്കാൻ കഴിയാത്തതെന്നും വ്യംഗ്യമായി സൂചിപ്പിച്ചിരിക്കുന്നു. ശ്രീ ശങ്കരാചാര്യരുടെ തന്നെ ദേവി അപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ ഇപ്രകാരം പറയുന്നു. ചിതാഭസ്മാലേപോ ഗരളമശനം ദിക്പടധരോ ജടാധാരി കണ്ഠേ ഭുജഗപതിഹാരി പശുപതി കപാലി ഭൂതേശോ ഭജതി ജഗദീശൈകപദവീം ഭവാനി ത്വത്പാണിഗ്രഹണ പരിപാടി ഫലമിതം. ഇതിൻ്റെ അർത്ഥം ഇതാണ്. ചിതാഭസ്മം പൂശുന്നവനും കാളകൂടവിഷം ഭക്ഷിച്ചവനും ദിക്കുകളാകുന്ന വസ്ത്രം ധരിച്ചവനും സർപ്പങ്ങളെ ആഭരണങ്ങളാക്കിയവനും പശുപതിയും കപാലിയും ഭൂതേശനും ആണെങ്കിലും പരമശിവൻ ജഗദീശ പദവിയിലിരിക്കുന്നത് അല്ലയോ ഭവാനി നിന്തിരുവടിയെ പാണിഗ്രഹണം ചെയ്തതുകൊണ്ട് മാത്രമാണ്. മായയില്ലാത്ത ശുദ്ധബ്രഹ്മം പരയായ അറിവാണെങ്കിലും മഹാമായയുടെ അഭാവത്തിൽ സൃഷ്ടിയോ കർമ്മമോ ഇല്ല. കാമേശ്വരനെ ചലിപ്പിക്കുന്ന ശക്തി ദേവിയാണ്. കാമേശ്വരൻ്റെ മരണമില്ലായ്മയ്ക്ക് കാരണവും ദേവിയാണ്. അതിനാൽ ദേവിയെ അദ്ദേഹത്തിൻ്റെ പ്രാണനാഡിയായി പറഞ്ഞിരിക്കുന്നു. നാമം 374 കൃതജ്ഞ. ഓം കൃതജ്ഞായൈ നമഃ. കൃത അധികം ജ്ഞ എന്ന് പദം പിരിച്ചു കാണുന്നു. കൃത എന്നാൽ കൃതത്തെ, അതായത് ചെയ്യപ്പെട്ടതിനെ എന്നാണ് അർത്ഥം. ചെയ്യപ്പെട്ടതിനെ. ജ്ഞ എന്നാൽ അറിയുന്നവൾ. ജ്ഞ എന്നതിന് ജ്ഞാനം, അറിവ് എന്നെല്ലാം അർത്ഥമുണ്ട്. ഈ ജഗത്തിലുള്ള ഓരോ ജീവിയും ചെയ്യുന്ന ശുഭവും അശുഭവുമായ ഓരോ പ്രവൃത്തിയും അറിയുന്നവളും
അതിനാൽ അതനുസരിച്ചുള്ള കർമ്മഫലങ്ങൾ പ്രദാനം ചെയ്യുന്നവളും എന്ന് അർത്ഥമാകുന്നു. കർമ്മസാക്ഷിണി എന്നും ഭക്തന്മാർക്ക് സേവന രൂപങ്ങളായ ഫലങ്ങളെ അറിഞ്ഞു കൊടുക്കുന്നവളെന്നും നാമത്തിന് അർത്ഥമുണ്ട്. കൃതയുഗ ധർമ്മങ്ങളെ അറിയുന്നവളെന്നും അർത്ഥം. കൃതയുഗത്തിൽ ധർമ്മം 4 കാലുകളിൽ നിൽക്കുന്നു. ത്രേതായുഗത്തിൽ 3 കാലുകളിലും ദ്വാപരയുഗത്തിൽ 2 കാലുകളിലും കലിയുഗത്തിൽ ഒറ്റക്കാലിലും നിൽക്കുന്നുവെന്ന് പുരാണവാക്യം. കൃതയുഗത്തിൽ നിന്ന് മറ്റു യുഗങ്ങളിലേക്ക് കടക്കുമ്പോൾ ധർമ്മജ്ഞാനം കുറഞ്ഞു വരുന്നു. ധർമ്മച്യുതി സംഭവിക്കുമ്പോഴും യഥാർത്ഥമായ കൃതയുഗ ധർമ്മം പുനഃസ്ഥാപിക്കുവാൻ ഓർത്തുവയ്ക്കുന്നവൾ എന്നും ഈ നാമത്തിന് അർത്ഥമുണ്ട്. ജീവികളുടെ കർമ്മങ്ങളെയെല്ലാം സാക്ഷി സ്വരൂപമായ ആത്മാവ് അറിയുന്നു. നമ്മുടെ കർമ്മങ്ങൾക്ക് സൂര്യൻ, ചന്ദ്രൻ, യമൻ, കാലം, പഞ്ചഭൂതങ്ങൾ എന്നിങ്ങനെ 9 സാക്ഷികളുണ്ട്. ദേവി അവരിൽ നിന്ന് അഭിന്നയല്ല. അങ്ങനെ ദേവീകൃതങ്ങളായ എല്ലാം അറിയുകയും കർമ്മങ്ങളെ വിലയിരുത്തുകയും ചെയ്യുന്നു. ദ്യുതക്രീഡ അല്ലെങ്കിൽ പകിടകളി അറിയുന്നവൾ എന്നും ശിവഭഗവാനോടു കൂടിയുള്ള ദ്യുതക്രീഡയിൽ കൃതജ്ഞയാകയാൽ ദേവി തന്നെ ജയിക്കുന്നുവെന്ന് അർത്ഥമാകുന്നു എന്നും സൗഭാഗ്യഭാസ്കര ഭാഷ്യത്തിൽ പറയുന്നു. ഇനി നാമം 375 കാമപൂജിത. ഓം കാമപൂജിതായൈ നമഃ. കാമ അധികം പൂജിത. കാമ എന്നാൽ കാമദേവൻ. കാമദേവനാൽ പൂജിക്കപ്പെടുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ദേവിയുടെ കൃപാകടാക്ഷത്താലാണ് കാമദേവന് പുനർജന്മം ലഭിച്ചതെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്രകാരം വീണ്ടും ശരീരം ലഭിച്ച കാമദേവൻ ദേവിയെ സ്തുതിച്ച് പ്രസാദിപ്പിച്ച് ദേവിയുടെ അനുഗ്രഹത്തോടെ ചന്ദ്രചൂഡനെ തോൽപ്പിച്ചെന്ന് ലളിതോപാഖ്യാനത്തിൽ പറയുന്നുണ്ട്. തവ പുത്രോസ്മി ദാസോസ്മി ക്വാപി കൃത്യേനീം ക്ഷ്വമാം ഇത്യുക്ത പരമേശാനി തമാഹമകരധ്വജം. ഇത് ഞാൻ 2 വരി മാത്രമേ ഇപ്പം പറഞ്ഞുള്ളൂ. ലളിതോപാഖ്യാനം 27-ാം അധ്യായം 51-ാം ശ്ലോകത്തിൽ ഞാൻ നിന്തിരുവടിയുടെ പുത്രനും ദാസനുമാണ്. നിന്തിരുവടി എന്നെ ഏതെങ്കിലും കൃത്യത്തിൽ നിയോഗിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദേവി കൊടുത്ത നിയോഗങ്ങൾ സ്വീകരിച്ച് ശിരസിനുമേൽ ഉയർത്തിയ കൂപ്പുകൈകളോടെ ദേവിയുടെ ആജ്ഞകൾ നിറവേറ്റാൻ കാമദേവൻ പോയി. സൗന്ദര്യ ലഹരി 5ഉം 6ഉം ശ്ലോകങ്ങളിൽ കാമദേവൻ ദേവിയെ സ്തുതിക്കുന്നതായി സൂചനയുണ്ട്. സ്മരോപിത്വാം നത്വാ രതിനയനലേഹേന വപുഷാ മുനീനാം അപ്യന്ത പ്രഭവതി മോഹായ മഹതാം എന്ന് പറയുന്നു. കാമദേവൻ നിന്തിരുവടിയെ നമിച്ചിട്ട് രതീദേവിയുടെ കണ്ണുകളാൽ ലേഖനം ചെയ്യുന്ന ശരീരത്തോടു കൂടിയവനായി മഹാത്മാക്കളായ മുനിമാരുടെയും കൂടി മനസ്സിന് മോഹകാരകനായി ഭവിക്കുന്നു. ദേവിയുടെ കടക്കൺ നോട്ടത്തിലൂടെ ലഭിക്കുന്ന അല്പമാത്രമായ കാരുണ്യം കൊണ്ട് ശരീരം പോലുമില്ലാത്തവനായ കാമൻ ഏകനായി ഈ ലോകത്തെ മുഴുവൻ ജയിക്കാൻ സമർത്ഥനായതും ദേവിയുടെ കൃപയാണെന്ന് 6-ാം ശ്ലോകത്തിലും പറയുന്നു. തഥാപ്യേക സർവം ഹിമഗിരിസുതേ കാമവികൃപാം അപാം ഗാത്തേ ലബ്ധ്വാ ജഗദിദമനംഗോ വിജയതേ. കാമഗിരി പീഠത്തിൽ, അതായത് കാരണബിന്ദുവിൽ പൂജിക്കപ്പെടുന്നവളെന്നും അർത്ഥമുണ്ട്. കാഞ്ചിയിൽ കാമപീഠത്തിൽ കാമാക്ഷിയായി കാമദേവന് ദർശനം നൽകിയവളെന്നും
കാമരാജ മഹാമന്ത്രത്താൽ പൂജിക്കപ്പെടുന്നവൾ എന്നും വ്യാഖ്യാനമുണ്ട്. കാമദേവൻ ദേവിയെ പൂജിച്ച് വിദ്യാരത്നത്തെ ലഭിച്ചതായി അരുണോപനിഷത്തിൽ പറയുന്നു. നാമം 376 ശൃംഗാരരസസമ്പൂർണ. ഓം ശൃംഗാരരസസമ്പൂർണായൈ നമഃ. ശൃംഗാര അധികം രസ അധികം സമ്പൂർണ എന്നും ശൃംഗം അധികം അരം അധികം രസം എന്നും പദം പിരിക്കാം. ശൃംഗാരരസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. കാമദേവനാൽ പൂജിക്കപ്പെടുന്നതിനാൽ ശൃംഗാരരസം നിറഞ്ഞവളെന്നും വ്യാഖ്യാനിച്ച് കാണുന്നു. നവരസങ്ങളിൽ മുഖ്യമായ രസമാണ് ശൃംഗാരം. സകല ജീവജാലങ്ങളെയും കൂട്ടിയിണക്കുന്ന സ്നേഹബന്ധത്തിൻ്റെ സ്ഥായി ഭാവമാണ് ശൃംഗാരരസം. ശിവകാമേശ്വരാംഗസ്ഥയും ശിവഭഗവാന്റെ ഉടലിൻ്റെ പകുതിയുമായ ദേവി ശൃംഗാരരസസമ്പൂർണയാണ്. ലളിത എന്ന രൂപം ദേവിയുടെ ശൃംഗാരപ്രധാനമായ രൂപമാണ്. ശൃംഗം അധികം അരം അധികം രസം എന്ന പദം പിരിക്കുമ്പോൾ ഇപ്രകാരമാണ്. ശൃംഗം എന്ന പദത്തിന് 2 എന്നാണ് അർത്ഥം. അരം എന്നതിന് ദളമെന്നും രസം എന്ന പദത്തിന് 6 എന്നും അർത്ഥം. രസങ്ങൾ 6 ആയതിനാൽ ശൃംഗാരരസം എന്നതിന് 12 ദളങ്ങൾ എന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു. 12 ദളങ്ങളുള്ള അനാഹത ചക്രത്തിൽ പൂർണ്ണഗിരി പീഠത്തിൽ സമ്പൂർണയായിരിക്കുന്നവളെന്നും വ്യാഖ്യാനമുണ്ട്. ശൃംഗാരരസയായും പ്രധാന കവാടഭൂതയായും, അതായത് ആവരണവിദ്യാരൂപയായും സർവസമ്പൂർണയായും ബ്രഹ്മത്തോടു കൂടിയവളായും ഇരിക്കുന്നവൾ എന്ന് നാമത്തിന് വ്യാഖ്യാനം കാണുന്നു. ശൃംഗം എന്ന പദത്തിന് പ്രധാന ഭൂതമെന്നും അരരം എന്ന പദത്തിന് കവാടമെന്നും അർത്ഥം കൽപ്പിക്കുമ്പോൾ ശൃംഗാരര എന്നതിന് പ്രധാന കവാടഭൂത എന്നും വ്യാഖ്യാനഭേദം കാണുന്നു. അപ്പോൾ ആവരണ വിദ്യാരൂപയായി സമ്പൂർണയായി ബ്രഹ്മത്തോട് ചേർന്നവളായി ശബള ബ്രഹ്മരൂപത്തിലും ശുദ്ധ ബ്രഹ്മരൂപത്തിലും സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് അർത്ഥം. ശൃംഗ അരര സമ്പൂർണ എന്നാണ് വിഗ്രഹം. ഇനി നാമം 377 ജയ. ഓം ജയായൈ നമഃ. ജയം സ്വരൂപമായവൾ, ജയിക്കുക എന്നത് ശീലമാക്കിയിട്ടുള്ളവൾ. ദേവിയെ സേവിച്ചു നിൽക്കുന്ന അഷ്ടയോഗിനിമാരിൽ ഒരാളുടെ പേര് ജയ എന്നാണ്. കൂടാതെ ദേവിയെ സേവിക്കുന്ന 16 മാതൃക്കളിൽ ഒരാൾക്കും ജയ എന്ന് പേരുണ്ട്. ഇവർ 2 പേരും ദേവീ സ്വരൂപം തന്നെയാണ്. അതിനാൽ ദേവിക്ക് ജയ എന്ന നാമം ഉണ്ടായി. സർവവേദാംഗസാര സർവസ്വമായതുകൊണ്ടും ഭീഷ്മപർവത്തിൽ ജയ എന്ന പ്രസിദ്ധമായ ദേവീസ്തോത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ടും മഹാഭാരതത്തിന് ജയ എന്ന് പേര് ലഭിച്ചു. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയം മുദീരയേത്. ഈ ജയമന്ത്രം ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിക്കുന്നതാണ്. വ്യാസമഹാഭാരതം ദേവീ സ്വരൂപമാകയാൽ ആ ഗ്രന്ഥത്തിൻ്റെ രൂപം ധരിച്ചവൾ എന്നും ജയ എന്ന നാമത്തിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. വരാഹശൈലത്തിൽ പൂജിക്കപ്പെടുന്ന ദേവീ വിഗ്രഹത്തിൻ്റെ നാമവും ജയ എന്നാണെന്ന് പത്മപുരാണത്തിൽ പറയുന്നു. ആ രൂപം ധരിച്ച ദേവിയും ജയ എന്നറിയപ്പെടുന്നു. ഇനി നാമം 378 ജാലന്ധരസ്ഥിത. ഓം ജാലന്ധരസ്ഥിതായൈ നമഃ. ജാലാന്ധര അധികം സ്ഥിത.
ജാലന്ധര പീഠത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. നമ്മുടെ കണ്ഠത്തിലുള്ള വിശുദ്ധി ചക്രത്തിലാണ് ജാലന്ധര പീഠം സ്ഥിതി ചെയ്യുന്നത്. അതിൽ നാദബ്രഹ്മരൂപിണിയായി ദേവി കുടികൊള്ളുന്നു. ജാലന്ധര പീഠത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്ക് വിഷ്ണുമുഖി എന്ന പേരുണ്ടെന്ന് പത്മപുരാണം പറയുന്നു. ജലന്ധരേ വിഷ്ണുമുഖി കണ്ഠകൂപേ വിശുദ്ധാഖ്യാം യച്ചക്രം ഷോഡശാശ്രകം പീഠം ജാലന്ധരന്നാമ തിഷ്ടത്യത്ര മഹേശ്വരി എന്ന് യോഗശാസ്ത്രം പറയുന്നു. സാധകൻ്റെ കുണ്ടലിനി ശക്തി പടിപടിയായി ഉയർന്ന് വാസനാമുക്തമായി ശുദ്ധജ്ഞാനസ്വരൂപമായ നാദമായി രൂപപ്പെടുന്നത് വിശുദ്ധി ചക്രത്തിലാണ്. അവിടെ സ്ഥിതി ചെയ്യുന്ന ദേവിയെ ഈ നാമം സൂചിപ്പിക്കുന്നു. 378 വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നാം മനസ്സിലാക്കി. ഇനി 379 മുതലുള്ളവയുടെ അർത്ഥവും വ്യാഖ്യാനവും അടുത്ത വെള്ളിയാഴ്ച, അതായത് നവംബർ 8-ാം തീയതി പറയാം. എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ. ഇത് കേൾക്കുന്ന എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനകൾ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.